കൂർക്കന്മാരുടെ കേന്ദ്രമായിട്ടുള്ള സ്ഥലത്ത് കാട്ടുചേമ്പിൻ്റെ ഇല ഇഷ്ടം പോയാണ്. അപ്പോൾ ഞാൻ മതിൽ ചാടി അല്ല ഓരോന്നിലും നമുക്ക് കയറിയിരിക്കാം. ചേമ്പിലപ്പയാണ് ഉണ്ടാക്കാൻ പോണത്. എന്താണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണര് അവരുടെ ഒരു മാസ്റ്റർ പീസ് ആണിത്. ചേട്ടൻ എല്ലാ കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്തിട്ട് കാണിക്കുകയാണല്ലോ. എന്നിട്ട് എന്താണ് ആ സിനിമയില് ചാൻസ് കിട്ടാത്തത്? ഈ സാധനം കോരി തേച്ച് പിടിപ്പിക്കുന്നു അല്ലേ? അതെ. മത്തല് കുന്നത്തല്ലോ ജാവാങ്കെ പോടുന ജാവാങ്കെ പോടുന. പന്ത് കളിക്കുമ്പോഴും ബോൾ അടിക്കുമ്പോഴും പബ്ലിക് പലപ്പനാഭൻ അടിക്കേ. കോടീശ്വരന് വന്നില്ലേ? വന്നു ഇങ്ങനെ ആടി ആടി കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ജയലക്ഷ്മിക്ക് ആന്റി വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമല്ലേ? മൂന്നാമത്തെ ദിവസമാണ്. ഇന്നാളെ പോവും. അപ്പോൾ ചേമ്പരില്ല, നമ്മുടെ കാട്ടു ചേമ്പര പറമ്പിലും അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് കിടക്കണതല്ല നിൽക്കണത്. അതുകൊണ്ട് ഒരു ചേമ്പലപ്പയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് അതിന്റെ ഇല പൊട്ടിക്കണതും ബാക്കി കാര്യങ്ങളും ആദ്യം തന്നെ കാണാം. അപ്പൊ കാട്ടുചേമ്പിന്റെ ഇലിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തെ കൊണ്ട് കൂർക്കന്മാരുടെ കേന്ദ്രമായിട്ടുള്ള സ്ഥലത്ത് കാട്ടുചേമ്പിന്റെ ഇല ഇഷ്ടം പോയാണ്. അപ്പോൾ ഞാൻ മതിൽ ചാടി ചേമ്പല പൊട്ടിക്കാൻ പോവാണ് കേട്ടാ. അയ്യോ പേടിയാവും. അല്ല ഈ ചേമ്പല ഭയങ്കരമായൊരു ഭക്ഷ്യവസ്തുവാണെന്നുള്ളത് ഇപ്പോഴാണല്ല നമ്മുടെ പുഷ്കലാൻറ്റി വന്നില്ലേ? പുഷ്കലാൻറ്റി വന്നിട്ട് ചേമ്പലുണ്ട് ഇവരില്ലേ മറാത്തികൾ ഉണ്ടാക്കുന്ന പറയുന്നത്. ഇത് വണ്ടൻ അറിയുന്നുണ്ട്, വണ്ടൻ അല്ല ഓരോന്നിലും നമുക്ക് കയറിയിരിക്കാം. അതേ ഇതിന് ആലപ്പുഴ വശത്ത് അയ്യോ വീണു. നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു സിനിമയില്ലേ? ശ്രീനിവാസൻ പരോപകാരിയായിട്ട് എല്ലാവരും ഇതിട്ട് മറ്റേ കുവൈറ്റ് ആര് നമ്മുടെ ജഗദീഷ് കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഉള്ളൊരു പടം. ഈ പടത്തിൻ്റെ പേരുന്ന ഭാഗ്യവാനല്ല. ആ പടത്തില് ബോബി കൊട്ടാരക്കരിക്ക് ഈ ചേമ്പല പൊട്ടിയില്ല മടന്ത എന്ന പേര്. കുറ്റം ഇത് വേണ്ടല്ലേ? ആ ഇതിന്റെ പേര് മടന്താന്ന് പറയാ. മടന്ത അല്ല മടന്താന്ന് പറയലേന്. ആലപ്പുഴ വശത്ത് മടന്താന്നാണ് പറയാ. ഇതിന് മടന്താന്ന് പറയാ. ചില നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്, തിരുവനന്തപുരം സൈഡിൽ അങ്ങനെ പറയുന്ന എനിക്ക് തോന്നണം. അതെ, ഒരു സിനിമയിലേ മടന്താന്ന് പേരിട്ടുണ്ടേ. ഇത്രയും വലുതാവുമ്പോഴേ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായി. ഈ സൈസൊക്കെ കുഴപ്പമില്ല. ചെറിയ ഇല മതിയല്ലേ? വളരെ ചെറിയ ഇല മതിയാ. ഇത് വെറുതെ ഇങ്ങനെ വലിച്ചെടുക്കാം നമുക്ക്. വെറുതെ ഇങ്ങനെ വലിച്ചെടുക്കുക. അല്ല അങ്ങനെയാകുമ്പോ കത്തി കൊണ്ടാകുമ്പോ ഇത്തിരി കൂടെ എളുപ്പത്തില് ചെയ്യാലോ. ആയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ 19 കൊറേ ഇലയുണ്ട്. ഇതൊക്കെ ഇന്ന് ഒക്കെ മടക്കാനും പിടിക്കാനൊക്കെ ഉണ്ടേ, നല്ല പണിയാ. അപ്പൊ ഇല പൊടിയിൽ കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ അവിടെ ഈ ഇലക്ക് എന്താണ്? കാട്ടുചേമ്പിന്റെ ഇലക്ക് അതല്ലേ മടന്തല അതല്ല. ഇത് നല്ലതുണ്ട്, നല്ലത്. ഇത് നല്ലതാണ്. കണ്ട അതിന്റെ നടുവിൽ കുത്ത് കണ്ട, വയലറ്റ് കുത്ത് കണ്ട. കാട്ടുചേമ്പല്ലത് കണ്ട. കയ്യിലേറ്റ് കുത്തേ, വയലറ്റ് കുത്ത്. അപ്പൊ പണ്ട് ചിലപ്പോ നിങ്ങൾ ഇട്ടിരിക്കുന്ന ചേമ്പ് വേണ്ട. ഇത് നല്ല ചേമ്പാണ്. നല്ല ചേമ്പാണ്. ആയിട്ടില്ലേ? വിത്താവണല്ലോ. അപ്പൊ ഇറങ്ങാം. അപ്പൊ നമ്മൾ ഇന്നലെ പൊട്ടിച്ച ചേമ്പലിയാണ് ഇട്ടത് മുഴുവൻ. ആ ചേട്ടൻ പൊട്ടിച്ചത് മുഴുവൻ എടുത്തില്ല. പൊട്ടിച്ചതിൽ വലിയ ഇലകളുണ്ടായിരുന്നു. അത്ര വലിയ ഇല നമുക്ക് ആവശ്യമില്ല. അത് മൂത്തതായിരുന്നു. മൂത്ത ഇലകളും പാടില്ല. അതെ, നല്ല വലിപ്പമുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഇഡ്ഡലി പാത്രം അതുപോലെ വലിപ്പമുള്ളതാവണം. അപ്പൊ അതിന് നിങ്ങളുടെ ഇഡ്ഡലി പാത്രം ചെറുതാണ്. പിന്നെ മുറിച്ചൊക്കെ എടുക്കാം, ചെറുതാക്കിയൊക്കെ എടുക്കാം. ഇത് ആന്റി പറയണത് കേട്ടപ്പോ എനിക്ക് നമ്മുടെ പുഷ്കലാന്റി വന്നിട്ട് ഉണ്ടാക്കിയ ആലൂബടി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തോന്നി. ഇത് ആന്റിക്ക് ആര് പറഞ്ഞിട്ടുള്ളതാ? എവിടെ നിന്ന്? ഇത് ഞങ്ങളുടെ നാട്ടില് ഈ എന്താണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണര് അവരുടെ ഒരു മാസ്റ്റർ പീസ് ആണിത്. കൊങ്ങിണികൾ എന്ന് പറയില്ല, കൊങ്ങിണികൾ എന്ന് പറയും. അവരുടെ മാസ്റ്റർ പീസ് ആണിത്. അവരെ കിട്ടിയിട്ടുള്ള അവരുണ്ടാക്കിയ നല്ല രുചിയായിരിക്കും. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മ ഇതൊക്കെ കാണിക്കണ കണ്ടു. തൃശ്ശൂര് അവർക്കൊക്കെ ഇത് പ്രധാനമാണ്.
അപ്പൊ നമുക്കിതെങ്ങനെയാണ്? അല്ല അപ്പൊ ഇന്നലെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിലത്തെ ഞാരും ഞരമ്പ് തണ്ടൊക്കെ കളയണം. അത് എങ്ങനെയാ കളഞ്ഞേന്ന് ദേ ആന്റി കാണിച്ചു തരും. ഇപ്പൊ ഇത് കൊറേ പേര് അറിയുന്നവരുണ്ടാവും, നോർത്തിലുള്ളവർക്കൊക്കെ ധാരാളം ആൾക്കാർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുള്ളവർക്കും അറിയാം. ഈ കൊങ്ങണിമാര് ഗരുഡ സരസ്വത ബ്രാഹ്മണര് ഉള്ളവർക്കൊക്കെ അറിയാം ഇത്. ഇതിന്റെ ഈ വൈ ഷേപ്പിലുള്ള ഞരമ്പ് ഒന്ന് വലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേഗവുമില്ല, ഉപ്പുമുളകവും പിടിക്കുകയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ കളഞ്ഞിട്ട് അങ്ങനെ കളഞ്ഞിട്ട് ഇത് മുഴുവൻ. അതെ. അപ്പൊ അതിങ്ങനെ ഞെട്ടും കളഞ്ഞ് ഇതെല്ലാം കീറിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതേ ഉള്ളൂ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനായിട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളെല്ലാ സ്റ്റേറ്റുകാരും ഭക്ഷണം കഴിച്ചു തുടങ്ങിയല്ലോ. നമുക്ക് ഇതൊക്കെ മാത്രല്ല എല്ലാ രാജ്യങ്ങളും. അതെ. മുമ്പ് അജുവിന് ഇത് അറിയില്ലായിരുന്നു. അജു ഒരു ദിവസം അതെ ഈ ഇതൊക്കെ ഇവിടെ പറമ്പ് മുഴുവനും ഉണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോ ഞാൻ വിചാരിക്കും അയ്യോ ഞങ്ങളുടെയൊക്കെ വീട്ടിലായിരുന്നെങ്കിൽ ഇതിപ്പം എപ്പോഴേ അടുപ്പത്തായിരുന്നു. ഇതിപ്പോ എല്ലാം മഴയൊക്കെ ആയത് കാരണം എല്ലാം നല്ല വൃത്തിയായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ എല്ലാതും കളഞ്ഞ് ഈ വൈ ഷേപ്പിലുള്ള ഈ ഇതുപോലത്തെ മാത്രാട്ടാ, ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. വേണ്ട, ഇതെങ്ങനെയാണ് ഈ മാവ് ആക്കിയെന്നുള്ളത് ഇനി കാണാം. ഈ മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചരി കുതിർത്തത്. പച്ചരി നമ്മൾ എന്താ 2-3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് തേങ്ങ, മഞ്ഞപ്പൊടി, വറ്റൽമുളക്, കോൽപ്പുളി, കായം ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഉപ്പും ഇതൊക്കെ ചേർത്തിട്ട് അരക്കണം കേട്ടാ. അത് അരയ്ക്കാൻ പോവാ അപ്പൊ ഞങ്ങള്. അളവൊന്നുമില്ല, നമുക്ക് ഒരു കൈക്കണക്ക്, എല്ലാവരും കൈക്കണക്ക് അത്രേ ഉള്ളു. നല്ല കൈപ്പുണ്യമുള്ളവര് അങ്ങനെയാ ഒക്കെ കൈക്കണക്കുണ്ടാവും. അങ്ങനെ ചെലപ്പോ ഒത്തുവരും, ചെലപ്പം പോക്ക. നല്ല ടേസ്റ്റില് പാചകം ചെയ്യണവര് ഒക്കെ അങ്ങനെ അതെ 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 അതെ. എന്നിട്ട് പിന്നെ നമ്മൾ അവര് ചെയ്യണത് കറക്റ്റ് നോക്കി അതേപോലെ പഴയിടം തിരുമേനിയൊക്കെ അങ്ങേർക്ക് വിളക്കത്ത് വെക്കേണ്ടതല്ലേ. അപ്പൊ ഒന്നും ഉപ്പും മുളകും ഒന്നും നോക്കിയിട്ടല്ല, പക്ഷെ ഒക്കെ കറക്റ്റ് ആയിരിക്കും, എല്ലാം കറക്റ്റ് ആയിരിക്കും. അദ്ദേഹം മണം നോക്കിയിട്ടാണ് എല്ലാം മനസ്സിലാക്ക. നാളികേരം, പിന്നെ വെള്ളം എടുക്കണം, വേറെ വെള്ളം കുറച്ചെടുക്കാം. കായപ്പൊടി ഇടാം, ഉപ്പ് മാത്രം അവസാനം ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ അരയില്ല അരി. ഇതെല്ലാം മുമ്പിട്ട് നിൽക്കണം, എന്നാലേ ഇലയ്ക്കും കൂടെ ആവശ്യമുള്ള ഉപ്പും മുളകും എല്ലാം കിട്ടുള്ളൂ. കുറച്ച് അരഞ്ഞു കഴിഞ്ഞിട്ട് ഉപ്പിടാം. പുളിയും ഉപ്പും ഒക്കെ കുറച്ച് അരഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ടാല് ഓൺ ചെയ്യണ്ട. ഒരുവിധമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരുവിധം അരഞ്ഞു കേട്ടാ. അപ്പോഴാണ് അതിലേക്ക് പുളി ചേർക്കണു. പുളി ചേർക്കാം. കോൽപ്പുളി, ഞങ്ങളുടെ ഭാഷയില് വാളംപുളി. വാളംപുളി എന്നും പറയും, കോൽപ്പുളി എന്നും പറയും. ഇവിടെ അടുത്തൊക്കെ മരങ്ങളൊക്കെ ഇല്ലേ വാളംപുളി. ഉപ്പിടുന്നു, കല്ലുപ്പാണ് കേട്ടോ ഇടണേ. ഏതുപ്പ് വേണമെങ്കിൽ ഇടാം. അതെ, എനിക്ക് സൗകര്യം കല്ലുപ്പാണ്. വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് ഇടാമല്ലോ. പിന്നെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. 1 സ്പൂണില്ലേ? ഇടത്തില്ല, സാരമില്ല. ഇലക്കറി ആയത് കാരണം, ഇലയായത് കാരണം മഞ്ഞൾ ഇത്തിരി കൂടുതലിട്ടു. ഇനി വീണ്ടും അരക്കണം അല്ലേ? അരഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെടുക്കാം. പുളിയുടെയാണ്, അതെടുക്കാം. ഒന്നും കൂടി എടുത്തിട്ട് അരയ്ക്കാം. ബാക്കിയുള്ള ബാക്കി ഇത് എല്ലാ പകുതി ചെയ്തിട്ടിട്ടാണ് നമ്മൾ അരച്ചെടുത്തത്. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടാ. അപ്പൊ രണ്ടാമത് അരക്കണേൽ ആദ്യം ചേർക്കാത്ത ഒരു സാധനം നമ്മൾ ചേർക്കേണ്ടത് ഇത്രക്ക് ചോറ്, 1 ഉരുള ചോറ് മതി. അത് ആരും ഇടാത്തൊരു സാധനമാണ്, എന്റെ കണ്ടുപിടുത്താണ്. കായം ഇട്ടിട്ടില്ലേ? കായിട്ടു. വേണമെങ്കിൽ നമുക്ക് ഇനി ഇതിലിടണ്ട ഇനി കായം, അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് മണം കുറവാണ് തോന്നുകയാണെങ്കിൽ ഇടാം. അതെ, മുളക് പൊടി ഇടാം. എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി. അതെ.
അപ്പോൾ രണ്ടാമത് അരച്ചത് നമ്മൾ ചേർത്തു. അപ്പോൾ ആദ്യം അരച്ചതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മൊത്തം മാവിലേക്കുള്ളത് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാമത് അരച്ചതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ഉപ്പ് പുളിയൊക്കെ ആയത്തേൽ നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ആ പുളി അറിയാത്തത് എടുത്തിട്ട് അത് ഞാൻ എടുത്തു. അത് ഇതിൽ അറിയാണ്ട് കിടക്കണ്ടായിരുന്നു, എടുത്തിട്ട് ഈ രണ്ടാമത്തേൽ ഇട്ടിട്ട് അരച്ചുകൂടാ. പുളി വെള്ളം ചേർക്കാം. അപ്പൊ ഈ വെള്ളം കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആന്റി പുളി. ചിലപ്പോ വെള്ളം കൂടിപ്പോയാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അരിപ്പൊടി ഇടാം, പക്ഷെ അത് വിണ്ടീറി വരും ചിലപ്പോ. പപ്പടവടയുടെ പരുവം അതാണ് ഇതിന്റെ പരുവം. പപ്പടവടയ്ക്ക് നമ്മൾ മാവ് എടുക്കുമ്പോ അപ്പൊ നമ്മൾ ഇനി മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അത് 2 ട്രിപ്പായിട്ട് അരച്ചത്. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ചിലപ്പോ നമ്മള് ഇരിക്കുമ്പം മാവ് ഒന്നും കൂടി വെള്ളം കുറഞ്ഞു വരും അല്ലേ? പപ്പടവടയുടെ പരുവത്തിലാണ് നമ്മൾ ഇതിന്റെ മാവ് ശരിയാക്കണത്. ഈ സമയത്ത് ഉപ്പും മുളകൊക്കെ നോക്കാം നമുക്ക് അല്ലേ? പുളി എല്ലാ സാധനവും മുമ്പിട്ട് നിൽക്കണം. കാരണം ഇലയ്ക്കും കൂടി പിടിക്കാനുള്ള അത്രയും വേണ്ടേ. പിന്നെ പുളി കൂടുതൽ ഇട്ടാല് ചൊറിയില്ല. ശരിക്കും ഇതിന് സ്റ്റാർ ഫ്രൂട്ടാണ് ഇടുന്നത്. സ്റ്റാർ ഫ്രൂട്ട് ഇട്ട ഒട്ടും ചൊറിയില്ല. നമ്മുടെ അടുത്ത് സ്റ്റാർ ഫ്രൂട്ട് ഇല്ലാത്ത കാരണം നമ്മള് അതെ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ സാധനവും മുമ്പിൽ വേണം. ഉപ്പ് വേണ്ടി വരും. ഉപ്പ് വേണം. എരിവുണ്ട്. എരിവ് മുന്നേക്ക് നിൽക്കുന്നുണ്ട്. പുളി അധികം ഇല്ല. പുളി ഇനി ശരിയായി വരുമോ നമ്മൾ ചേർത്തത്? ഇല്ല, പുളി കുറച്ചും കൂടി ഇടാം നമുക്ക്. ഉപ്പും പുളിയും കുറച്ചുകൂടി ചേർത്തിട്ട് ഇതിനെ അടച്ച് ഒരു അരമണിക്കൂർ വെക്കണം. എന്നിട്ട് വേണം നമ്മുടെ പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പൊ ഇത് മറ്റേ നമ്മുടെ പപ്പടവടയുടെ ഇതുപോലെ ഇരിക്കണം. ഇനി എന്തൊരു ചെയ്യാൻ പോണ ആന്റി? ഇനി വാഴയില വാട്ടിയിട്ട് അതുമേലാണ് ഇത് പരത്തണത്. ഓരോന്നോരോന്ന്. വാഴയില 2-3 എടുത്തോളൂ. പക്ഷെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ഇന്ന ക്യാരക്ടറായിട്ട് മാറിയിട്ട് ഇന്നതുപോലെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആവില്ല. പക്ഷെ ശരിയായി വരുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വല്ല ചാൻസ് കിട്ടിയാലൊക്കെ നന്നായിരിക്കും. ചേട്ടനെ ആന്റി പറയണേ, ചേട്ടൻ എല്ലാ കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്തിട്ട് കാണിക്കുകയാണല്ലോ. എന്നിട്ട് എന്താണാവോ സിനിമയില് ചാൻസ് കിട്ടാത്തതെന്ന്? അത് തുടച്ചിട്ട് വാട്ടിയെടുക്കുക. അതുമേല് ഇതുണ്ട്, മാറാലി ഉണ്ടാവും. കഴുകണ്ട, തുടച്ചാ മതി. പുറകില് മാറാമ്പൽ ഉണ്ടാകുക. പുറം ഭാഗവും തുടയ്ക്കണം. മാറാമ്പൽ ഉണ്ടാവും. അതെ, ഇലയെല്ലാം ക്ലീനാ. ആ തണ്ട് നടുക്ക് ഭാഗം കൂടുതൽ വാടണേ, ഇല്ലെങ്കിൽ മടക്കുമ്പോൾ ഒടിഞ്ഞു പോകും. പണ്ട് അടപ്രഥമൻ ഉണ്ടാക്കുമ്പോ പൊതിച്ചോറ് പൊതിയാനല്ലേ ചേട്ടാ? ഇപ്പൊ നാടൊക്കെ ഒരുവിധം ഈ അടപ്രഥമൻ പായസമൊക്കെ ഉണ്ടാക്കുമ്പോ റെഡിമെയ്ഡ് എല്ലാം ഈസിയാണ്. പക്ഷെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണ അടയ്ക്ക് തന്നെയാണ്. മതിയാവും. അതെ, നന്നായിട്ട് വരും. കൈ ശരിക്കും വെള്ളം. തീ കുറയ്ക്കാന്ന് വെച്ചാ അതിങ്ങനെ ഇത് ഒടിയരുത്. ഒടിഞ്ഞു പോയാൽ ലീക്ക് വരും. അതുകൊണ്ട് അത് ഇല അത്രയും പാടിയാൽ മതി. നടുക്കിലത്തെ ഭാവം തണ്ട് നന്നായി വാടണം ചേട്ടാ. അതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടേ ഇങ്ങനെ പിടിച്ചിട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിന്റെ പരിപാടി തുടങ്ങാം. വാഴയില ചേമ്പല നിരത്തിയിട്ട് ഈ സാധനം കോരി തേച്ച് പിടിപ്പിക്കുന്നു അല്ലേ? അതെ, ഇതിന് കുറച്ച് നൈസായിട്ട് ഇത്രയും കൂടി വെള്ളം ഒഴിക്കണം. ശരി, കട്ടി കൂടുതലാണ്. കട്ടി കൂടുതലാണ്. ഇരുന്നപ്പോ കട്ടിയായി. അത് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ടി വരും ചിലപ്പോൾ. തോറും ഇത്രയും കൂടെ ഒഴിച്ചു. ഇത്തിരി മതി. കട്ടി കൂടി ഇങ്ങനെ വരില്ലേ? ഒഴിക്കാൻ പാടില്ല. ഇത് ശരിക്കും ഞാൻ കൈ കൊണ്ടാ പരത്തുക, പക്ഷെ കൈ മുഴുവനും പുകയും. ഞാനിപ്പൊ ചെയ്യണത് ഇങ്ങനെ തവി കൊണ്ട് ചെയ്യല പതിവ്. അതിന്റെ ചെറിയൊരു കോട്ടിങ് മതി അല്ലേ? കട്ടിയില് വേണ്ട. അതെ, ഇലയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ മാവ് ഇങ്ങനെ എത്തിക്കുക. ഇനി അടുത്ത ഇല ഇതുപോലെ എല്ലാം
കമത്തി വേണം കേട്ടോ വെക്കാൻ. ആ അത് എങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെക്കാം. ഇങ്ങോട്ട് വെക്കാം, അങ്ങോട്ട് വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട്, പ്ലാന്റ് വന്നപ്പോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ചേർത്ത മാവ് വേറെയായിരുന്നു. അതെ, അത് കടലപ്പൊടിയല്ലായിരുന്നാ. പിന്നെ അതിന്റെ മധുരം ഇടും, അതിലും പുളി ചേർക്കും. ആ അത് കുറച്ച് പുളിയെ ചേർക്കുള്ളൂ, പേരിന് പുളി പറഞ്ഞ ചേർക്കുള്ളൂ. പോലെ ചൊറിച്ചിൽ വരും. ആ അതെ, അത് പക്ഷെ നമ്മൾ കൂട്ടാൻ വെക്കുന്ന ചേമ്പല്ലി അത് എടുത്തത്. അതെ, ഇത് നമ്മള് കാട്ടു ചേമ്പലിയാണ്. ഇതിനാണ് ഒന്നും കൂടി ഗുണം കൂടുതൽ. അയണല്ലേ ചേമ്പ്, അപ്പൊ അയണിന്റെ ഇതാണ് കൂടുതലുള്ളത്. ഇത് കൈ കൊണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. പക്ഷെ അപ്പൊ കൈയൊക്കെ പുകഞ്ഞ് നാശാവും. എല്ലാരും കൈ കൊണ്ട് എടുക്കുക. എന്റെ കൈ പോലെ എനിക്ക് മുളക് അലർജിയാണ്, വേഗം നീറും. അപ്പൊ സാധാരണ എല്ലാരും ഇത് കൈ കൊണ്ട് തന്നെ എടുക്കണത്. എങ്ങനെ വേണമെങ്കിലും വെക്കാം, ഇന്ന ഷേപ്പിൽ വെക്കണമെന്നൊന്നുമില്ല. ഓരോ ചേട്ടനത് ചെയ്യാൻ തോന്നിയിട്ട് പാടില്ല കണ്ടിട്ട്. അതിന് നൈസായിട്ട് പരത്തുക. കുറേശ്ശെ അത് എല്ലാ അജു അടയുടെ പോലെ കുറേശ്ശെ തളിച്ചിട്ടൊക്കെ എടുക്കണത്. ചേട്ടന് ഇങ്ങനെ സ്ലോവില് ചെയ്യാൻ അറിയില്ല, സ്പീഡിൽ ഇങ്ങനെ. അത് ഞാൻ വടിച്ചെടുക്കാം. പുറത്തേക്ക് ആക്കാണ്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഭംഗി. നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും അതിന്റെ ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ, വൃത്തികേടാക്കി ഇവിടെയൊക്കെ ഒരു മാതിരി ആക്കി അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാല് കാണുന്നവർക്ക് ചിലപ്പോ ഒരു അപ്രിയം ഉണ്ടാവും. നമ്മൾ എടുക്കുമ്പോ അത് അതിന്റെ ഒരു സ്റ്റൈലില് ചെയ്യാം. അതെ, എല്ലാം ഒരു എക്സ്പീരിയൻസ്. അത് ഞാൻ പഠിച്ചെടുക്കാം. മൂന്നാമത്തെ ഇല വെച്ച് കഴിഞ്ഞു. അങ്ങനെ എത്ര ഇല വേണമെങ്കിലും വെക്കാം നമുക്ക്. ഇത് കണ്ടോ, ഇപ്പൊ ഇത് കീറിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇളക്കി. എനിക്കിപ്പോ ഇത് കൈ കൊണ്ട് ചെയ്യാനാ തോന്നണേ. കൈ കൊണ്ട് ചെയ്തിട്ട് മറ്റേ ഇത് പരട്ടിയാ മതി. കൈ ധരിക്കണു എന്റെ പോലെ തന്നെ. ഇവൻ എന്തൊരു തേങ്ങ കാണിക്കുന്നു പറയുന്നത്. ചില ജോലികൾ ചിലർ ചെയ്യുന്ന കാണുമ്പോ, ഇപ്പൊ ചില മിറ്റടിക്കണ കാണുമ്പോഴ്, പാത്രം തേക്കണ കാണുമ്പോഴ് ഒക്കെ നമുക്ക് അതെനിക്ക് ചെയ്യാം എന്നിങ്ങനെ ഒരു തോന്നല് വരും. നമ്മുടെ സ്റ്റൈൽ അടിച്ചു വാരി തുടയ്ക്കണത്. അതെ, ചിലരൊക്കെ പാത്രം തേക്കണ കാണുമ്പോഴേക്കും പാത്രത്തിന് ഇങ്ങനെ വേദന എടുക്കാണ്ട് നമ്മളത് അങ്ങോട്ട് പടപടപെടാന്ന് അങ്ങോട്ട് തേച്ച് കഴുകി എത്ര വേണമെങ്കിലും വെക്കാം. അപ്പൊ സമയം കൂടുതൽ എടുക്കും വേഗം എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇത് ഇതൊരു 10-15 എണ്ണമെങ്കിലും നമുക്ക് ആക്കിയിട്ട് കൂടുതൽ എടുക്കുമ്പോഴേ വേഗം കൂടുതലാണ്. അതിപ്പോൾ വിറകടുപ്പാണെങ്കിലുണ്ടല്ലോ 4 വശവും കൂടെ അങ്ങോട്ട് തീ കത്തിയിട്ട് നല്ല എളുപ്പം വേഗവും ചെയ്യും. അങ്ങനെ എടുക്കുമ്പോൾ സ്വാദും കൂടും നമ്മളെ വിറകടുപ്പിൽ. അതിനൊരു പ്രത്യേക രുചിയല്ല. ഇത് വേവിക്കാനായിട്ടുള്ള ഇഡ്ഡലി ചെമ്പിൽ വെള്ളാക്കിയിട്ട് അടുപ്പത്ത് വെച്ചു. ആൻറ്റി വാഴനാര് ശരിയാക്കാണ്. ഇത് കെട്ടണം അല്ലേ? അത് കെട്ടാൻ വേണ്ടിയിട്ട്. ഇത് ചുരുട്ടണം അല്ലേ? ഇത് ചുരുട്ടണം. വാഴയിലയോട് കൂടി തന്നെ ചുരുട്ടണമെങ്കിൽ ചുരുട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചുരുട്ടിയിട്ട് ഇങ്ങനെ. 5-6 അടക്ക വെച്ചിട്ടുണ്ട്. 6 അല്ല, ഒരു 15 ഇലയൊക്കെ ഉണ്ട്. ഇതിനപ്പൊ വേഗം താമസാവും എന്നുള്ളതേ ഉള്ളൂ കൂടുതൽ ഇലകൾ വെച്ചാല്. ഞാൻ വാഴ പറിക്കാൻ പോയി സമയത്ത് വാഴഞ്ഞാര് കൊറേ ഇലകളാവും തോറും ഇത് വലിയ ഉണ്ടയാവും. അതെ, അപ്പൊ അടുപ്പത്ത് വയ്ക്കാൻ പറ്റാണ്ടാവും. വാഴയില വെച്ചിട്ട് കെട്ടണം. ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇനി ഇത് മടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊതിച്ചോറ് എടുക്കണ പോലെ. സാറേ ഇത്തിരി വെള്ളം എന്റെ കയ്യിൽ ഒഴിച്ചു തരുമോ? അതെ, അതെ, നമ്മള് പൊതിച്ചോറ് കെട്ടണ പോലെ തന്നെ. അതെത്തില്ല ചേട്ടാ. എത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ ചുറ്റി ചുറ്റിയാലും മതി. കൊള്ളൂല്ലേ? അത് ഒതുക്കാം. ഒരു മിനിറ്റ് ചേട്ടാ.
അയ്യോ കൊള്ളില്ല. ഒതുക്കാം. നമ്മുടെ ഇഡ്ലി ചെമ്പ് ഈ ചെറുതാണ്. നമ്മുടെ മറ്റേ വലിയ ഇഡ്ലി ചെമ്പ് കൊണ്ടുവരാന്ന് വെച്ചാൽ അത് അതിന് നോക്കിയായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നു മാത്രം വളഞ്ഞു. ഇത് അയ്യോ അടയ്ക്കാൻ പറ്റില്ലേ? അടയ്ക്കാൻ പറ്റും. അല്ലേ ഇപ്പൊ വാടിക്കഴിയുമ്പോഴത്തേക്കും അടഞ്ഞോളാം. അതങ്ങോട്ട് ചുരുങ്ങും അല്ലേ? ആ വെച്ചു. തീ കൂട്ടിക്കോ. തീ എൻ്റെ വീട്ടിൽ തീ ഫുള്ളിൽ വെച്ചു. അതിൻ്റെ ഇനി ഇരിക്കും കുറേ സമയമല്ലേ നിൽക്കണു. പണ്ട് ആകാശവാണി മറ്റേ റേഡിയോയിൽ വരും കൊങ്ങിണി ഗാനങ്ങൾ. 7:25 വാർത്ത കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നേരത്തെ വാർത്ത ഉണ്ടല്ലോ, ഡൽഹി വാർത്ത. അത് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുക തൃശ്ശൂർ നിലയത്തിൽ ആകാശവാണി തൃശ്ശൂർ നിലയത്തിലെ ഈ കൊങ്ങിണി ഗാനങ്ങള് 7:35 മുതൽ 7:08 അവരുടെ വാർത്ത. അപ്പൊ അന്ന് കുറെ പാടലുണ്ടാ, സ്ഥിരമായിട്ട് കേൾക്കണ പാടലുണ്ട്. എപ്പോഴും ഒരു 5-10-5-8 പാട്ടുണ്ടായിരുന്നു. ഒരു പാട്ടിന്റെ ആദ്യത്തെ ഒരു വരി എനിക്കറിയാം. അത് ഞാനെല്ലാം കൂടുതൽ പാടാ തന്നെ സ്കൂളില് ക്ലാസ്സിൽ വരും. ഇഷ്ടമുള്ള വായിൽ തോന്നിയ പാട്ട് നമ്മുടെ ഈ പാപ്പി അമ്മാവ എന്ന ചാക്കോച്ച, അത് ആ പാട്ടില്ലേ, അതുപോലെ ആദ്യത്തെ ഒരു പാട്ടാണ്. മത്തല് കുന്നത്തല്ലോ ജാവാങ്കെ പോടന പബ്ലിക് പൽപ്പനാഭ മോട്ടർ ഹീറ്റർ. അതിന്റെ അടുത്തല്ലേ മോട്ടർ ഹീറ്റർ ഏതോ വണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവൻ സ്കൂളിന്റെ ക്ലാസ്സിൽ പബ്ലിക് പത്മനാഭൻ സ്കൂളിന്റെ ഗേറ്റ് തുടങ്ങിയിട്ട് പാട്ട് പാടി വരുന്നത് ഈ പാട്ടായിരിക്കും. കാരണം കാലത്ത് കൊങ്ങിണി ഗാനം കഴിഞ്ഞിട്ടുണ്ട് വരാം. അത് പാടി മത്തല് കുന്നത്തല്ല. എന്നിട്ട് അവന് പേര് വീണു പബ്ലിക് പത്മനാഭൻ. അവന്റെ പേര് വേറെ സന്ദർഭോചിതമായ പാട്ട്. കൊങ്ങിണിമാരുടെ മെയിൻ മത്തല് കുന്നത്തല്ല എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അവസാനം പബ്ലിക് പൽപ്പനാഭ. പന്ത് കളിക്കുമ്പോഴും ബോൾ അടിക്കുമ്പോഴും പബ്ലിക് പൽപ്പനാഭൻ അടിക്ക്. ഗ്രൗണ്ടിൽ കളിക്കൂല എല്ലാവരും കൂടിയിട്ട്. ഒരു 10-100 പേരുണ്ടാവും ഗ്രൗണ്ടിൽ കളിക്കാൻ. 100 പേരെന്നല്ല, കുറെ ടീമുകളുണ്ടാവും. 2 പോസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു പോസ്റ്റിൽ ഒരു 20 കോടി ഉണ്ടാവും. ഈ പോസ്റ്റിൽ 20 കോടി ഉണ്ടാവും. എല്ലാ ക്ലാസ്സുകാരെയും ഓരോ പന്തുകളായിട്ട് വരും. അങ്ങനെ 10-100 പേരായിട്ട് കളിക്കും. അപ്പം ഇവൻ പന്ത് കൊണ്ടുമ്പോ എല്ലാവരും അവനെ ശ്രദ്ധിക്കും. പബ്ലിക് പൽപ്പനാഭൻ പബ്ലിക്. ശരിക്കുള്ള പേരെന്തിട്ടാളുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ഞാന് ഇത്രയും ഒരു 18 വയസ്സ് വരെ ഇവരുടെയൊക്കെ ഇടയിൽ വളർന്നിട്ടും എനിക്കിതുപോലെ ഒരു പാട്ടറിയില്ല. ഓരോ ഭാഷ അറിയോ? വാക്കുകൾ അറിയാം. വാക്കൊക്കെ അന്നൊക്കെ കൊറേ അറിയായിരുന്നു. ഇപ്പൊക്കെ മറന്നു. അവര് നമ്മളോട് സംസാരിക്കും മലയാളം തമ്മിലെല്ലാം അറിയും. അപ്പൊ അമ്മ അവരോട് പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും അടുത്ത വീട്ടിൽ അവരുടെ വീട്ടിൽ പോയിരിക്കും. അപ്പൊ അമ്മ ഒരു ഭാഷ പഠിച്ചോട്ടെ എന്ന് പറയും. അപ്പൊ അവര് പറയും വേണ്ട, കുട്ടികളല്ലേ, ഞങ്ങള് ഭാഷ പഠിച്ചിട്ട് എവിടെയെങ്കിലും ചെന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ചിലപ്പോ നമ്മള് പരദൂഷണായിരിക്കും പറയണത്. അപ്പൊ കുട്ടികളറിയില്ല. അവിടെ ചെന്ന് ഇവരങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പൊ അത് അവര് പ്രശ്നമാവും. അതുകൊണ്ട് അവര് ഞങ്ങളെ പഠിപ്പിച്ചില്ല. പിന്നെ കേട്ട് പഠിക്കാനുള്ള ഒരു ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കുക, അങ്ങനത്തെ ഒരു പ്രകൃതി ആയതുകൊണ്ട് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മുടെ ആസ്ട്രേലിയയിലുള്ള ഒരു കൂട്ടുകാരുടെ പലക്കവശത്തുള്ളത്. അവരവിടെ ഈ കൊങ്ങിണിക്കാരെ ഒരു ഗ്രാമം ഉണ്ടെന്ന്. TD അമ്പലത്തിന് ചുറ്റുമായിട്ട് ഇവരുടെ ആൾക്കാരായിരിക്കും. ഏതമ്പലം? തിരുമല ദേവസ്വം. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിലാണ് പഠിച്ചതൊക്കെ. ആ ഭാഗം മുഴുവനും ഇവരുടെ ആൾക്കാരായിരിക്കും. ഇപ്പൊ പിന്നെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്ന് അവിടെയൊക്കെ താമസിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രദേശം മുഴുവനും അവരുടെ ആൾക്കാര്. പിന്നെ തിരുമല ദിവസം സ്കൂളില് മിക്ക സാറന്മാരും ഇങ്ങനെ ഇവരുടെ ആൾക്കാരായിരിക്കും. പുറത്ത് ഇപ്പൊ എല്ലാ തരത്തിലും ഉണ്ട്, എല്ലാ ജാതിയും ഉണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പണ്ടല്ല ഈ ജാതിയും മതമൊക്കെ. ഇപ്പൊ എല്ലാം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പണ്ട് 7:35 വാർത്ത കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാലത്ത് 7:30 വാർത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകഗാനങ്ങൾ ഉണ്ടാവും. ഓരോ ദിവസം ഓരോ സാധനങ്ങളായിരിക്കും. നാടകഗാനം ഉണ്ടാവും, ലളിതഗാനം, കൊങ്ങിണി ഗാനം. പിന്നെ ഞായറാഴ്ച ദിവസമൊക്കെ ഈ കുട്ടികളുടെ ഞായറാഴ്ച ദിവസം കുട്ടികളുടെ കാര്യം പറയണത്. അപ്പൊ കൊങ്ങിണി ഗാനങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് പാട്ട് എനിക്ക് ഇപ്പൊ ഓർമ്മയൊന്നുമില്ലേ. കുറെ പാടില്ല. അതൊക്കെ ഇതിനിങ്ങനെ പാരഡി പോലെ വെച്ച് കാശിലെ പാട്ട്. അത് ഏറ്റവും അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ പാട്ടുകൾ കേട്ടല്ലേ ഏറ്റവും പാപ്പി അമ്മാവ എന്ന ചാക്കോച്ച. പക്ഷെ ഇപ്പോഴും കൊങ്ങിണിയല്ലല്ലോ, അതെന്തോ ചൈനീസ്. ഇപ്പോഴും കൊങ്ങിണിമാരുടെ അമ്പലത്തിന്റെ ഉള്ളില്
മറ്റുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല. ആ അമ്പലത്തിന്റെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ പോയാലും ഞങ്ങള് അമ്പലത്തിന്റെ പുറത്ത് നിക്കാം. കൊങ്ങണി സ്ത്രീകൾക്കും പുറത്തേ നിക്കാവുള്ളൂ. ഉള്ളിലേക്ക് ഉപനയനം കഴിഞ്ഞ ആണുങ്ങൾക്ക് മാത്രമേ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ, അവരുടെ സ്ത്രീകൾക്കും. പിന്നെ അമ്പലത്തിൽ എന്തെങ്കിലും പൂജ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മളൊക്കെ അവിടെ ചെന്നാല് അവര് നമുക്ക് അങ്ങനെയൊന്നും അവരുടെ കൂട്ടത്തിരുത്തിയിട്ട് ഭക്ഷണമൊന്നും തരില്ല ഇപ്പോഴും. എന്റെ ഫ്രണ്ടൊക്കെ എങ്ങനെയാ വെച്ചാല് ആ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിലെല്ലാം വെച്ച് കഴിക്കും, ഞങ്ങക്ക് വിളമ്പിത്തരും. അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാണ്ട് നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് ചോറ് തരില്ല. പക്ഷെ ഞങ്ങളുടെ അമ്പലത്തിൽ അങ്ങനെ ഇല്ല. ഞങ്ങളുടെ അമ്പലത്തില് തൊറൂർ മഹാക്ഷേത്രത്തില് എല്ലാ ജാതിക്കാരും വന്ന് ഊണ് കഴിച്ചു പോകും. അതിന് മെയിൻ പ്രതിഷ്ഠ അവിടെ എന്താ? അവിടെ നരസിംഹമൂർത്തി. നരസിംഹമൂർത്തിക്ക് വടക്കനപ്പൻ എന്ന് പറയും, തെക്കനപ്പന് സുദർശനമൂർത്തിയാണ്. വലിയ ആനപ്പന്തലൊക്കെയാ, കേരളത്തിലെ ഏറ്റവും വലിയ ആനപ്പന്തൽ എന്നൊക്കെയാ പറയണത്. തുറവൂർ മഹാക്ഷേത്രം ആലപ്പുഴക്ക് ചേർത്തലയ്ക്ക് മഹാദേവൻ എന്ന് പറയുമ്പോ പരമശിവനല്ലേ? ഞാൻ ഇപ്പൊ ശിവക്ഷേത്രം അല്ല ചേർത്തലയ്ക്ക് പോകുമ്പോ ഇടതുവശത്താണ്, ചേർത്തലയ്ക്ക് പോകുമ്പോ തുറവൂർക്ക് വലതുവശത്ത്. തിരിച്ചു വരുമ്പോഴാണ് മുൻപില് വലിയൊരു അമ്പലക്കുളാണ്. ഭഗവാന് ഭയങ്കര ശക്തിയാണ്. അപ്പൊ ശക്തി തീവ്രത കുറയ്ക്കാനായിട്ട് വലിയ അമ്പലക്കുളം. നരസിംഹമൂർത്തി അല്ലേ? അതെ, നരസിംഹമൂർത്തി ഉഗ്ര നരസിംഹ. ഉഗ്ര ഇതാണ് ആള്. ആരൂര് കഴിഞ്ഞിട്ടില്ല, ആരൂരൊക്കെ കഴിഞ്ഞിട്ട്, അരൂര് കഴിഞ്ഞിട്ടാണ് തുറവൂര്. അരൂര്, എരമല്ലൂര്, കുത്തിയതോട്. കുത്തിയതോട് ബാസിന്ന് കേട്ടിട്ടുണ്ടോ? കുത്തിയോട് ബാസിയൊക്കെ ഞങ്ങക്ക് ബാസിയാണ് നമ്മുടെ കുട്ടലൂര് ഔഷധിയുടെ ചെയർമാനായിരുന്നു. ഔഷധി ഉണ്ടല്ലോ നമ്മുടെ ഒക്കെ ഞങ്ങൾ അറിയുന്ന ആൾക്കാർ. കേരള ഗവൺമെന്റിന്റെ ഈ ആയുർവേദ കമ്പനി ഔഷധി, അവിടുത്തെ ഒരു തവണത്തെ ചെയർമാൻ നായനാര് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ടൈമില് ആളായിരുന്നു ഈ ഔഷധിയുടെ ചെയർമാൻ കുത്തിയതോട് ബാസി. അതൊക്കെ ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത സ്ഥലമാണ്. അപ്പൊ ഈ കുത്തിയതോട് ബാസിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. പുട്ടൻലൂർ എന്ന് പറയാൻ അറിയില്ലേ? സമയം നായനാര് പുട്ടൻലൂർ എന്ന് പറഞ്ഞു കൊടുത്തു. കുത്തിയതോട് കഴിഞ്ഞ് പാട്ടുകുളകര കഴിഞ്ഞ തുറവൂര്. ധാരാളം അമ്പലങ്ങളൊക്കെ ഉണ്ട് അടുത്തടുത്ത്. എന്നാലും വടക്കനപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാരും വടക്കനപ്പ ഒറ്റ വിളിയാണ് അവിടെ ഇരുന്നുകൊണ്ട്. വിളിപ്പുറത്താട്ടോ, വിളിച്ചാ വിളിപ്പുറത്താ. എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് പേപ്പർ എല്ലാം വരിച്ചു പറക്കും. അപ്പൊ 140 കേരളത്തിലത്തെ 140 മണ്ഡലങ്ങളുടെ MLA പേരറിയാം നമുക്ക്. അന്നത്തെ MLA പേര്, അതിന് മുന്നേ ജയിച്ചു, ആരെ തോൽപ്പിച്ചു, എങ്ങനെ ഏകദേശം ഓരോ മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളായിരുന്നു കലക്കി കുടിക്കും. കേരളത്തിലത്തെ ഓരോ കോർപ്പറേഷന്മാരെ ചെയർമാൻമാര്, മിൽമേരാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഓരോന്നിന്റെയും ഓരോ കയർ ബോർഡിന്റെ. എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു രാഷ്ട്രീയല്ല, നമ്മള് അറിവുണ്ടാക്കാനായിട്ട് വെറുതെ അതൊക്കെ പങ്കെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് കോടീശ്വരനെ പങ്കെടുത്തപ്പോ എല്ലാം അറിയാം. ഒരു തുണ്ട് കടലാസ് നിലത്ത് കിടക്കണമെങ്കിൽ അതിരുന്ന് വായിക്കുക. അങ്ങനെയാണ് അന്നത്തെ. പിന്നെ ഈ നെറ്റും വായനയാണ് ഏറ്റവും നമ്മുടെ അറിവ് വർദ്ധിക്കുന്നത്. വായന കൊണ്ട് പിന്നെ നമ്മളത് മറ്റുള്ള ആൾക്കാർക്ക്, ഇപ്പൊ സരിതയ്ക്കാണെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കണില്ലേ. എനിക്ക് ചേട്ടനെ പോലെ അറിയില്ല, ഞാൻ അങ്ങനെ പേപ്പർ അങ്ങനെ അധികം എന്നാലും പഠിപ്പിക്കാനാണെങ്കിൽ ഒരു കഴിവ് എന്ന് പറയണത് ഓരോ പറഞ്ഞു കൊടുക്കും തോറും അല്ല അറിവ്. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ മനസ്സിലാവും പറയും എല്ലാവരും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കേരളത്തിലത്തെ 20 MP മുഴുവൻ പേര് എവിടേക്ക് സ്ഥലങ്ങൾ അറിയാം, പക്ഷെ MP പേര് പോലും നമുക്കറിയില്ല. അന്ന് അങ്ങനെയല്ല, അന്ന് എല്ലാം അറിയാം. ഓരോ ജില്ലയുടെ വിസ്തീർണം വരെ അറിയാം. ഓരോ ജില്ലകളുടെ വിസ്തീർണം, താലൂക്ക് ഉണ്ട്. PSC ടെസ്റ്റ് എഴുതിയിട്ട് ജോലി ഉണ്ടാക്കാൻ പറ്റിയില്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നിട്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല ചേട്ടന്. കോടീശ്വരന് വന്നില്ലേ? യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കോടീശ്വരനിൽ വന്നത് കൊണ്ടാണ്. ചേട്ടൻ ഭയങ്കര അന്തർമുഖനായിരുന്നു, ശരിക്കും ഇൻട്രോവേർട്ട് ആയിരുന്നു. ആളുകളോട് സംസാരിക്കില്ല. ഒരു ഇത്തിരി ഇങ്ങനെ സംസാരങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അതല്ല, ഒട്ടും ആളുകളുടെ അടുത്ത് ചേട്ടന് സംസാരിക്കാൻ പറ്റില്ല, പരിചയമില്ലാത്തവരുടെ അടുത്ത്. പരിചയമുള്ളവരാണെങ്കിൽ വരെ ചേട്ടന് ഏറ്റവും അടുപ്പുള്ള കുറച്ച് പേരില്ലേ അവരോട് മാത്രം മിണ്ടുള്ളൂ, അല്ലാത്തവരോട് മിണ്ടില്ല. അങ്ങനെയായിരുന്നു. ഇപ്പൊ നല്ല കോടീശ്വരിൽ പങ്കെടുത്തേല മാറിയത്. അത് കഴിഞ്ഞപ്പോ പിന്നെ നാടകം പഠിക്കാൻ പോയി. സുരേഷ് ഗോപിയാണ് മാറ്റിയെടുത്തത്. പറയുന്നില്ല, ഒരു ചോദ്യം മാത്രം മതി നിങ്ങളെ മാറ്റിമറിക്കാൻ. ജീവിതം മാറി അറിയാതെ കറക്റ്റ് മാറി. ഇത് ചേട്ടനാ നിങ്ങൾക്ക് കോടീശ്വരിൽ എന്തോരം പേര് പങ്കെടുത്തു. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നത്
ജീവിതം അല്ല അന്ന് 12,000 കിട്ടിയില്ല. 3,20,000. അല്ല അന്ന് അവിടെ വരെ എത്തിയിട്ട് പിന്നെ തെറ്റിച്ച് പിന്നെ 640 ചോദ്യം തെറ്റിച്ചു. അപ്പോഴല്ലേ പിന്നെ ഓട്ട് പോയത്. 3,20 ഉറപ്പാണ്. ആ അത് കിട്ടി. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ഇതെന്തോരം നേരം വെക്കണം? വേവണ വരെ. അല്ല എങ്ങനെ അറിയും? സമയം ഉണ്ടാവല്ലോ, കൃത്യം ഒരു സമയം. ഭംഗിയൊന്നും വേണമെന്നില്ല. കട്ടി കൂടുമ്പോ വേഗം താമസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മള് കട്ടി കുറച്ച് വരുത്തണത്. അപ്പൊ എന്നെക്കാളും ഭംഗിയായിട്ട് വരുത്തണ്ട്. നമുക്ക് തിന്നേ ഉണ്ടോ നോക്കി നോക്കാന്ന്. അതിന്റെ ചൂടുണ്ട്, ചൂട് ഒന്ന് മാറിയിട്ട് ഒന്നും കൂടെ ആയിക്കോട്ടെ. അമ്മ വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. സ്ഥിരം പരിപാടിയല്ലേ ഇതൊക്കെ. നിങ്ങള് ഓരോ ആട് ആന്റിക്ക് ഈ ഊഞ്ഞാലും ഇരുന്ന് ആടുന്നൊരു ആഗ്രഹം. ഒരു രസമല്ലേ ഇതൊക്കെ, ഇങ്ങനെ ആടി ആടി കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കും. ആ പ്ലാസ്റ്റിക്കിന്റെ വല ഇല്ലേ, പ്ലാസ്റ്റിക്കിന്റെ വല കൊണ്ട് ഇങ്ങനെ ഈ 2 മരത്തുമ്മേല് നമ്മൾ ഈ റിസോർട്ടിലൊക്കെ ചെല്ലുമ്പോ കാണാൻ പാല. അല്ല അത് മേടിക്കണമെന്നില്ല, നമ്മളിപ്പോ അവിടെ കൊണ്ട് ആ വല വച്ചിട്ടില്ലേ. അതെ അതെ. ഈ ഗോവയിലൊക്കെ റിസോർട്ടുകളിലൊക്കെ അതുണ്ട്, നിറയെ ഉണ്ട്. ബീച്ചിന്റെ സൈഡിലൊക്കെ. ആന്റിയുടെ മനസ്സ് ഭയങ്കര കുട്ടിത്തം നിറഞ്ഞതാ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോഴാട്ടെ, ഇപ്പൊ ഈ മഴയൊക്കെ ആയിട്ടേ എല്ലാരും വഴുക്കിയൊക്കെ കിടക്കല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവിടെയൊക്കെ ഒരു കറക്കം. ആന്റി ഞാനത് കേട്ടിട്ടുണ്ട് കേട്ടാ. ചുരുട്ടിക്കോ എന്റെ കൈമായിട്ടില്ലേ? എന്റെ കൈമായിട്ടില്ലേ? നന്ദനത്തില് പറയണ പോലെ പാർട്ടിയമ്മ നടന്നോളൂ സാധനല്ലേ. ചേട്ടൻ ചുരുട്ടിക്കോളൂ. ചേട്ടൻ ചുരുട്ടിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആന്റി വന്നു. കയ്യിലെടുക്കുമ്പോ നമുക്കൊരു കനം കുറച്ചും കൂടി ആവാം. ആണോ? കുറച്ചും കൂടി ആവാന്ന്. 2 ആവുമ്പോ അങ്ങനെ ഇട്ടൂടെ? 2 ഇത് പിന്നെ അരിഞ്ഞിട്ടിട്ട് ഈ മാവിന്റെ അകത്തേക്ക് ഇട്ടിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിപ്പോ നമ്മൾ ഈ 2 അങ്ങനെ ഉണ്ടാക്കണുള്ളൂ കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി മാവുണ്ട്. ആ മാവില് കാബേജ് കുനുകുനുന്നെ അരിഞ്ഞിട്ടിട്ടേ നമ്മുടെ ഈ ഇഡ്ഡലി തട്ടിൽ തന്നെ ഒരു വാഴല വെച്ചിട്ട് വെളിച്ചെണ്ണ പരട്ടിയിട്ട് അതില് ഇത് കോരി ഒഴിക്കുക. എന്നിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത് വേണമെങ്കിൽ നല്ല എരിവുണ്ട്. അത് കാരണം ഇതിലേക്ക് കൂട്ടി കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. ആന്റി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒന്നും മധുരമുള്ളത് ഉണ്ടാക്കിയില്ല, എല്ലാം എരിവുള്ള സാധനങ്ങളായതുകൊണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം. അപ്പോഴേക്കും ഇത് കിട്ടും, വെന്തിട്ടുണ്ടാവും. നമുക്ക് ഫാനിന്റെ ചോട്ടി വെക്കാം, അപ്പൊ ആറിക്കിട്ട് ആവി കൊണ്ട് എടുക്കാം. ആവി അടിക്കും. അല്ല അപ്പൊ കൈ പൊള്ളിക്കരുത്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമ്മൾ തീ സിമ്മിലിട്ടിട്ടേ ഇല്ല കേട്ടാ. ഫുള്ള് തീയിലായിരുന്നു ഇത്രയും സമയം. ഒരു 1/2 മണിക്കൂർ പിടിക്കും എന്തായാലും ഇത്. വെള്ളം വേണം. കുറച്ചും കൂടെ ഒഴിച്ചോളൂ. മതി. നമ്മുടെ ഇപ്പൊ 2ാമത്തെ ചേമ്പലേപ്പം ഇത് കറക്റ്റ് കൊണ്ടു. സരിത എല്ലാം ബെസ്റ്റായി, എല്ലാത്തിനും എക്സ്പെർട്ടായി, പഠിച്ചു. അത് പക്ഷേ കറക്റ്റ് ഇതിലേക്ക് കൊള്ളണ പോലെ മടക്കിയത് ആന്റിയാണല്ലോ. ഞാനാ ചുരുട്ടിയെങ്കിൽ ആകെ മോശമായേനെ. ഉറച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഉറച്ചിട്ടുണ്ട്. ചൂടാറിയിട്ടാ ഫസ്റ്റ്. ചൂടാറുമ്പോ ഉറച്ചിട്ടുണ്ടാവും. നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? ജഗ് തന്നെ മുറിച്ചോളൂ. അല്ല ഞാൻ വേഗം തുറന്നൂടെ? പൊതി അഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പൊതിയോടുകൂടിയും കട്ട് ചെയ്യാം. അതെ, പൊതിയോടുകൂടി കട്ട് ചെയ്യാം. അതാണ് രസം. ഫസ്റ്റ് അത്രയ്ക്ക് വീതിയാണ്. തുമ്പ് മാത്രം ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെയാണ്. അതിൻ്റെ അകത്ത് കുറച്ചുണ്ട്. അത് വേണ്ട. ഇനി എത്ര ഇനം വേണം? അങ്ങനെ മുറിച്ചോ. ഇത് ഇല മാറ്റണം അല്ലേ? അത് വാഴയില. ഇനി കഴിച്ചാലും കുഴപ്പമില്ല. വാഴയില കഴിക്കാനും നല്ലതാണല്ലോ. ഇനി വേണമെങ്കിൽ ഇല മാറ്റിയിട്ട് മുറിക്കാം. ഞാൻ പിടിക്കാനായിട്ട് കാണാൻ വേണ്ടിയിട്ട്. വാഴല മാറ്റുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതെ, ഇങ്ങനെ വെച്ചാൽ മതി. ഇതാണ് സാധനം. വാഴല മാറ്റി
അറ്റത്തെ വേസ്റ്റ് വന്ന കഷ്ണം ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. ആ ആന്റി മുറിക്കണം കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ മുറിക്കാൻ ഇത്തിരി വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ. വറുത്ത വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയോ. എന്തിനാ വെളിച്ചെണ്ണ കുടിക്കേ? എന്താ ചൊറിച്ചിലുണ്ടാ? വെളിച്ചെണ്ണ പരട്ടിയാൽ മതി. ചൊറിയാൻ തുടങ്ങിയ ചൊറിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ അല്ലെങ്കിൽ പുളിവായിലിട്ട് ഒരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണല്ലേ? ഇങ്ങനെ വെക്കല്ല. ആ അനിലൻ ചേട്ടൻ പോയ അവിടെ നിന്ന്. നല്ല രസമുണ്ട് ചേക്കോ. അനിലൻ ചേട്ടോ ചോറിനാൻ പോയിണ്ടാവും ചിലപ്പോ. 1:30 ജഗ് പറഞ്ഞ നല്ല രസമുണ്ടെന്ന് പറയുന്നത് സരിത. നല്ല രസമുണ്ട്. ഞാൻ വിളിച്ചണ്ട ആരും ഓർത്തില്ല. എനിക്ക് ഇതിന്റെ മീതെ വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യാൻ മീതെ ഇങ്ങനെ ചുറ്റിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ആന്റി. അതാണ് ഇതിലത്തെ കൂട്ട്. നീ എവിടെ നേരം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. വറുത്ത പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പനെ പപ്പടം കാച്ചിയുള്ളൂ. നന്നായി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടാ. അപ്പൊ ഇനി അഥവാ ചൊറയുണ്ടെങ്കിൽ അവരിതിനെന്ത് പേരാ പറയാ? അവരിനെന്ത് പേരാ പറയാ? പത്രോട. പത്രോട കൊങ്കണി ഭാഷയില് പത്രോട. ഈ സാധനം ഇനി വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വറക്കാൻ വേണമെങ്കിൽ മീൻ വറക്കണ പോലെ വറക്കും ചെയ്യാലോ. അങ്ങനെയും ചെയ്യാം. ഇത്തിരി വെളിച്ചെണ്ണ പരട്ടിയിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പൊ ഇത് ഇങ്ങനെ ഞാൻ കഴിക്കാൻ പോകണേട്ടാ. എനിക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ വയറുള്ളിൽ തോന്നുന്നുണ്ട്. എനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നല്ല രസം. അതാണ് ഞാൻ അങ്ങാണ്ട് നിൽക്കണത്. ഈ ഭാഗത്ത് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കഴിക്കുക സരിത. നല്ല രസം. നല്ല രസമുണ്ട്. പക്ഷെ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കഴിച്ചോ. കുഴപ്പമില്ല. നമുക്ക് രണ്ടുപേരും കൂടി ഇത് കഴിക്കും. ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല രസം. വേണമെങ്കിൽ എല്ലാം ഇത്തിരിയും കൂടെ ആവാം. എരിവും പുളിയും ഉപ്പും ഒക്കെ വേണമെങ്കിൽ ഇത്തിരിയും കൂടെ ആവാം. ചേമ്പലക്ക് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടല്ലേ? ഇത്തിരിയും കൂടെ എരിവ് വേണം അല്ലേ? ചെറുതായിട്ട് എരിവ് ഇത്തിരിയും കൂടി വേണം. ഞാൻ ആ മുളക് മാറ്റി വെച്ചില്ലേ, ആ മുളകും കൂടി ഇടണമായിരുന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ മാവ് നോക്കിയപ്പോ നല്ല എരിവ്. മാവ് നോക്കിയപ്പോ നല്ല എരിവ്. അപ്പൊ ഞാൻ പക്ഷെ ഇലക്കുള്ള ഇതും കൂടി ആ മാറ്റി വെച്ച മുളകും കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ല എരിവായിരുന്നു. രണ്ടാമത്തെ അപ്പോ പത്രോട എൻ്റെ അഥവാ ഒരു വലിയ ആഗ്രഹമായിരുന്നു. കർക്കിടക മാസത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇത് ഉണ്ടാക്കി തരണം, എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഏതായാലും സാധിച്ചു. അതിനെന്തായാലും നിങ്ങളൊരു കാരണക്കാരായി. കുറച്ച് പേരിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഒരു നല്ല കാര്യമായി. അപ്പോൾ എൻ്റെ ഈ വരവ് ഒട്ടും മോശമായില്ല. കുറേ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള തുളസിയും കിട്ടി. ചെത്തിപ്പൂ നമ്മുടെ റോഡിൽ വെച്ചിട്ടുള്ള എല്ലാത്തുമ്പിലും നിറച്ച് പൂവുണ്ട്. അപ്പൊ അതും കൊണ്ട് ഞാൻ അതും കൂടി പറിച്ചിട്ട് വരാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ഞാൻ പോയിട്ട്. അടിപൊളി സാധനം കേട്ടോ. അപ്പം ആൻറ്റി പോകാമെന്ന് കാണാം. ഞാൻ 2 നിന്നു, സദ്യ 1 നിന്നു, ചൊറിച്ചിലില്ല ഒന്നുമില്ല. അപ്പം 3 ദിവസത്തെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് യാത്രയാകുകയാണ്. അപ്പൊ ആന്റി വീണ്ടും വരും. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി മഞ്ഞെന്താണ് എൻ്റെ ആഗ്രഹം. ഇനിയും വരും ആന്റി. അപ്പൊ ആന്റിനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കി. 3:20 ആന്റിന്റെ ട്രെയിൻ. അപ്പൊ ഞങ്ങള് സ്റ്റേഷനിലാക്കിയിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനും ഉണ്ട്. അപ്പൊ ആന്റീനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോകും. അപ്പൊ ഇനിയും കാണാം.